നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് വലിയ ഒരു പ്രഭാഷണം ഈ സമയത്ത് നടത്തുന്നില്ല. അല്പസമയം മാത്രം, ഏതാനും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ശ്രേഷ്ഠമായ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് പോകുന്ന സമയത്ത് ആരും പ്രയാസപ്പെടുത്തരുത്. നമ്മളെല്ലാവരും മുസാഫത്ത് ചെയ്തിട്ടുണ്ട്. ഇനി മുസാഫത്ത് ചെയ്ത് പ്രയാസപ്പെടുത്തരുത്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് സൗകര്യത്തിനനുസരിച്ച് പോകുമ്പോൾ നമ്മളും സഹകരിക്കണം, സൗകര്യപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമുക്ക് ചെയ്ത വലിയ ഒരു നിഅമത്താണ് പുണ്യമായ റമളാൻ ശരീഫിൽ ഇങ്ങനെ ഒത്തുകൂടി ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും പുണ്യകർമ്മങ്ങളുമൊക്കെയായി ഈ ശ്രേഷ്ഠമായ സദസ്സ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വർഷം ബഹുമാനപ്പെട്ട ഉസ്താദ് തുടക്ക ദിവസം തന്നെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുകയും അന്ന് തുടങ്ങിയ ആ ദിക്റുകൾ എല്ലാ ദിവസവും നമ്മുടെ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും സ്വലാത്തുകളുമൊക്കെ ചൊല്ലിയിട്ടാണ് പ്രത്യേകം ദുആ ചെയ്ത് നമ്മുടെ മജ്‌ലിസ് അവസാനിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരുപാട് ഗുണങ്ങൾ, അതിന്റെ നേട്ടങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ടുള്ള ഏറ്റവും വലിയ നേട്ടം നമുക്ക് കിട്ടേണ്ടത് ബഹുമാനപ്പെട്ട ശൈഖുന സൂചിപ്പിച്ചതുപോലെ മരിക്കുന്ന സമയത്തും മരണാനന്തരവുമാണ്. ദിക്ർ മരിക്കുന്ന സമയത്ത് നമുക്ക് ചൊല്ലാൻ കഴിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അഹ്ലുകാരായി ജീവിക്കുകയും അതിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് പുണ്യമായ ദിക്റിനെ കലിമയെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട് അത് ധാരാളം ചൊല്ലി മരിക്കുന്ന സമയത്തും അത് ചൊല്ലാനുള്ള ഓർമ്മ വന്ന് ആ ദിക്റിലായി നമുക്ക് ഈ ലോകത്തോട് യാത്ര പറയാൻ കഴിയണം. അതാണ് ഏറ്റവും വലിയ വിജയം. ദുനിയാവിൽ നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നതിനപ്പുറം നമ്മുടെ രോഗങ്ങൾ മാറാനും പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യിപ്പിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെയുള്ള നേട്ടങ്ങളും ഉണ്ടാവാറുണ്ട്. ദുആ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ അതുകൊണ്ടുള്ള ഗുണവും ഉണ്ടാവാറുണ്ട്. ദുആക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കാറുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മഹാന്മാരായ നേതാക്കളുടെ ഒക്കെ തന്നെ നിരവധി അനുഭവങ്ങളുണ്ട്. ഓപ്പറേഷൻ നടന്നു. സത്യത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന് അസുഖം വന്ന് കോഴിക്കോട്ടെ മിംസ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തപ്പോ ഓപ്പറേഷൻ കൂടാതെ ഒരു നിവൃത്തിയുമില്ല എന്ന ഡോക്ടർമാരുടെ തീരുമാനം. ബ്ലോക്ക് തീരാൻ ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു പരിഹാരവുമില്ല. അതിനുവേണ്ടിയുള്ള ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അതിനേക്കാൾ ബേജാറുള്ള റിപ്പോർട്ടാണ് മിംസിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ മുന്നിൽ വെച്ചത്. ലിവർ പ്രവർത്തനം നിലച്ചുപോയി, 30% മാത്രമാണ് ലിവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഹാർട്ട് ഓപ്പറേഷന് അതിന് അനസ്തേഷ്യ കൊടുത്താൽ, അതിന് ബോധം കെടുത്തിയാൽ ഈ നിലനിൽക്കുന്ന ലിവറിന്റെ 30% പ്രവർത്തനവും ആ മരുന്ന് വെക്കുന്നതോടുകൂടെ നിലച്ചു പോകും. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നായകന്മാർ, ബഹുമാനപ്പെട്ട തങ്ങൾ, അവരൊക്കെ എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. പള്ളികളിലും മദ്രസകളിലുമൊക്കെ വളരെ വ്യാപകമായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ രോഗശമനത്തിനു വേണ്ടി ദുആ ചെയ്യാൻ അറിയിപ്പുണ്ടായി. നമ്മളൊക്കെ ദുആ ചെയ്തു. എല്ലാ സ്ഥലങ്ങളിലും വളരെ വ്യാപകമായി ധാരാളം ദുആ നടന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ പിന്നീട് ചെന്നൈയിലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. കോഴിക്കോട്ടെ മിംസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ആശുപത്രിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് പ്രഗത്ഭരായ ഡോക്ടർമാരൊക്കെ ഉള്ള ഹോസ്പിറ്റലാണ്.
അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ ധൈര്യമില്ല. കാരണം മരുന്ന് കുത്തിവെച്ചാൽ, അനസ്തേഷ്യ കൊടുത്താൽ അതും നിലച്ചു പോകും, പിന്നെ തിരിച്ചു കിട്ടാൻ പ്രയാസാണ്. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ അവർക്ക് ധൈര്യമില്ല. അങ്ങനെ വളരെ വ്യാപകമായി മഹല്ലുകളിലും മദ്രസകളിലും ദിക്റിന്റെ മജ്‌ലിസുകളിലുമൊക്കെ ദുആ നടന്നു. ബഹുമാനപ്പെട്ട ഉസ്താദിനെ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ടെസ്റ്റുകൾ നടത്തി. അവിടെ വെച്ച് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ അവിടുത്തെ ചെന്നൈയിലെ ഡോക്ടർമാർ പറഞ്ഞു, ഉസ്താദിന്റെ ലിവർ 100% ക്ലിയറാണ്, ഒരു കുഴപ്പമില്ല. ഒരു 70% പ്രവർത്തനരഹിതമാണ്, അല്ലെങ്കിൽ അതിന് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ വ്യത്യാസമൊന്നുമല്ല, 100% ഒരു പ്രയാസമല്ല, ഒരു ബുദ്ധിമുട്ടും ഉസ്താദിന്റെ ലിവറിനില്ല. അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ, ഹാർട്ടിന്റെ ഓപ്പറേഷന് യാതൊരു തടസ്സവും. അപ്പൊ നിംസിലെ ടെസ്റ്റുകൾ പഴച്ചു പോയതുമല്ല, മറിച്ച് കണക്കിന് ആളുകളാണ് ദുആ ചെയ്യുന്നത്. അവരുടെ ദുആ, ആ ദുആ കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചികിത്സകൾ വിജയിപ്പിക്കുന്നതും ചികിത്സകൾ എളുപ്പമാക്കുന്നതും. അല്ലെങ്കിൽ ഇത് ഇന്ന രോഗമാണ്, ആ രോഗത്തിനുള്ള മരുന്ന് ഇന്നതാണ്, ഈ രൂപത്തിലാ ചികിത്സിക്കേണ്ടത് എന്ന് അതിൽ ഗുണകരമായ ചികിത്സകളിലേക്ക് എത്തുന്നതും ഒക്കെ രാജാതിരാജനായ റബ്ബ് വഴി കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദുആ കൊണ്ട് രക്ഷപ്പെട്ടതാണ് എന്നാണ് നമ്മുടെ മഹാന്മാരായ നേതാക്കൾ അന്ന് മുഴുവൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ആളുകളും തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ ചികിത്സക്കുണ്ടായിരുന്ന പല ആളുകളും ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തു. ആ ദുആ കൊണ്ടാണ്, ആ ദുആ പടച്ച റബ്ബ് ഖബൂൽ ചെയ്തതുകൊണ്ടാണ് അൽഹംദുലില്ലാ നമുക്കൊക്കെ ഇങ്ങനെ ഈ മജ്‌ലിസുകളിൽ വരാനും ദിക്റുകൾക്കും ദുആകൾക്കും ഒക്കെ നേതൃത്വം നൽകാൻ പടച്ച റബ്ബ് അനുഗ്രഹം നൽകിയത്. ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്, അള്ളാഹ് ചെയ്ത വലിയ നിഅമത്താണ്, അതിന് ധാരാളം ശുക്ർ ചെയ്യും. അള്ളാഹു ചെയ്തെന്ന വലിയ നിഅമത്താണ്. അപ്പൊ അതുകൊണ്ട് ദുആക്ക് അങ്ങനെ എത്രയോ അനുഭവങ്ങളാണ്. ഇന്നലെ നമുക്ക് ഇവിടെ പ്രസംഗിക്കാൻ വന്ന ആനമങ്ങാട് മൗദൂട്ടി പൈസി, അദ്ദേഹം ഒരു മഹാത്ഭുതമാണ്. കാരണം അദ്ദേഹത്തിന്റെ ഒക്കെ ജീവിതം ഒരുപാട് മണിക്കൂർ നീണ്ടുനിന്ന, 10-16 മണിക്കൂറോളം നീണ്ടുനിന്ന വലിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ്, ആ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ സാധാരണ മയക്ക് കടത്താൻ ഇഞ്ചക്ഷൻ ചെയ്യും. നട്ടെല്ലിലേക്കാണ് അനസ്തേഷ്യ, വലിയ വലിയ ഓപ്പറേഷനുകൾക്കൊക്കെ ഇഞ്ചക്ഷൻ കൊടുക്കാറുള്ളത്. ആ ഇഞ്ചക്ഷന് ഒരു സമയമുണ്ട്, ആ സമയം കഴിഞ്ഞാൽ ബോധം വരും. ഇവര് കണക്കാക്കി ഇത്ര മണിക്കൂർ കൊണ്ട് ഓപ്പറേഷൻ തീരുമെന്ന് കണക്കാക്കി, അതിന് കണക്കാക്കിയ മരുന്ന് അനസ്തേഷ്യ കൊടുത്ത് ആ സമയം കഴിഞ്ഞു. ആ സമയം കഴിയാണ്. ആ സമയം കഴിഞ്ഞ് പ്രത്യേകമായ അതിശക്തമായ മയക്കാനുള്ള സ്പ്രേ വായയിലൂടെ ഉള്ളിലേക്ക് അടിച്ച് പിന്നെ മയക്കി കിടത്തലാണ്. അപ്പൊ അവര് പിന്നെ ആനമങ്ങാടിന്റെ വായിലൂടെ ആ സ്പ്രേ കൊടുത്തുകൊണ്ട് പിന്നെ മയക്കി കിടത്തി, പിന്നെയും സമയം കൂട്ടി. അത് കൊടുത്താൽ, വായിലൂടെ കൊടുത്താൽ വലിയ അപകടമുള്ളത്, ഡോക്ടർമാര് പറയാറുള്ളത്, അങ്ങനെ കൊടുത്ത ആളുകളുടെ സംസാരശേഷി നഷ്ടപ്പെടുന്നതാണ്. പിന്നെ സംസാരിക്കാൻ കഴിയില്ല. സംസാരിക്കാൻ വളരെ അപൂർവമായിട്ടേ സംസാരിക്കാൻ കഴിയുള്ളൂ. അവരുടെ സംസാരശേഷി പിന്നെ പറ്റ നഷ്ടപ്പെടലാണ് പിന്നെ സാധാരണ മിക്കവാറും പതിവുള്ളത്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഓർമ്മ വന്നപ്പോൾ ഡോക്ടർമാർ വന്നുകൊണ്ട് വളരെ ബേജാറിൽ പറഞ്ഞു, മൗലവി, നിങ്ങൾ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കരുത്, സംസാരശേഷി ഇനി തിരിച്ചു കിട്ടൂല, വളരെ പ്രയാസാണ് എന്നാ പറഞ്ഞത്. അൽഹംദുലില്ലാ, പ്രത്യേകമായ ചികിത്സകളോ മരുന്നുകളോ ഒന്നുമില്ലാതെ ദുആ കൊണ്ട് മാത്രം, ആനമങ്ങാട് പറയാറുണ്ട്, ദുആ കൊണ്ടാണ് മെല്ലെ മെല്ലെ, പെട്ടെന്നല്ലെങ്കിലും മെല്ലെ മെല്ലെയായി 1 മാസം കൊണ്ട് വളരെ ക്ലിയറായി സംസാരിക്കാനും, ഇപ്പൊ അതിനുശേഷം അദ്ദേഹം മണിക്കൂറുകളൊക്കെ വഅദ് പറയുകയും
ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ദുആക്ക് ഉത്തരണ്ട്. വലിയ വലിയ സദസ്സുകളിൽ ദുആ ചെയ്യുമ്പോൾ, കൂട്ടമായി നമ്മൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആക്ക് തീർച്ചയായും പടച്ച റബ്ബ് അതിന് ഉത്തരം ചെയ്യും. അതിന്റെ അനുഭവങ്ങളാണ് സൂചിപ്പിച്ചത്. പറഞ്ഞത് നമ്മെ സംബന്ധിച്ചിടത്തോളം വിഗ്രഹിക്കേണ്ടത് അങ്ങനെ ദുനിയാവിലെ ചില നേട്ടങ്ങൾ മാത്രമല്ല, അതിനേക്കാൾ ഈ ദിക്റ് കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടും നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയണം. അല്ലാഹു നമ്മോട് ചോദിക്കപ്പെട്ടു, പരിശുദ്ധമായ സൂറത്തുർ റഹ്മാനിലെ ഒരായത്തിനെ കുറിച്ച്, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും രാജാതിരാജനായ റബ്ബ്, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും അല്ലാഹു അവന്റെ ജോലിയിൽ വ്യാപൃതനാണ്. ബഹുമാനപ്പെട്ട അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് രാജാതിരാജനായ റബ്ബ് എല്ലാ ദിവസവും വ്യാപൃതനാകുന്ന പടച്ച റബ്ബിന്റെ ജോലി എന്താണ്, അവന്റെ കാര്യങ്ങൾ എന്താണ്? അബൂ ദർദാ സൂറത്തുർ റഹ്മാൻ ഓതിയപ്പോൾ സൂറത്തുർ റഹ്മാനിലെ ഈ ആയത്ത് കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, അല്ലാഹു എല്ലാ ദിവസവും അവന്റെ ജോലിയിൽ വ്യാപൃതനാണ്. എന്താണ് മുത്തനബിയെ പടച്ച റബ്ബിന്റെ എല്ലാ ദിവസത്തെയും ജോലി എന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്നാമതായി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പാപങ്ങൾ പൊറുക്കലാണ്. ഓരോ ദിവസത്തെയും പ്രധാനപ്പെട്ട ഒരു ജോലി, അള്ളാഹ്ക്ക് വലിയ താൽപര്യമുള്ള രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല പകൽ തെറ്റ് ചെയ്തവർക്ക് രാത്രി പൊറുക്കും, രാത്രി തെറ്റ് ചെയ്തവർക്ക് പകൽ പൊറുക്കും. അള്ളാഹു തൗബ സ്വീകരിക്കാൻ, പാപം പൊറുക്കാൻ വേണ്ടി അടിമകളിലേക്ക് ഇങ്ങോട്ടടുത്തു വരും എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരട്ടെ. ആദ്യമായി ഇസ്തിഗ്ഫാർ ചെയ്യും. ബഹുമാനപ്പെട്ട സുഫിയാൻ സൗരി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ആദ്യം വൃത്തിയാകണം, അഴുക്ക് കളയണം, ദുർഗന്ധമുണ്ടാക്കുന്ന വസ്തുക്കളൊക്കെ കഴുകിക്കളയണം. ആദ്യം കഴുകിക്കളയുകയാണ് വേണ്ടത്, പിന്നെയാണ് സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കേണ്ടത്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കഴുകിക്കളയുന്ന അഴുക്കിനെ കഴുകിക്കളയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ഇസ്തിഗ്ഫാർ. മറ്റുള്ള ദിക്റുകളൊക്കെ സുഗന്ധം പരത്തുന്ന, നമ്മുടെ ദറജ ഉയർത്തുന്ന പ്രധാനപ്പെട്ട അമലുകളാണ്. അതുകൊണ്ട് തന്നെ ആ ദിക്റുകളൊക്കെ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സുന്നത്തനുസരിച്ചാണ് നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നിസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെയുള്ള ദുആ, അത് ഉത്തരം കിട്ടുന്ന ദുആയാണ്. നമ്മൾ രാജാതിരാജനായ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു. നിസ്കാരത്തിൽ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ, കാരണം രണ്ട് സുജൂദ് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കുന്ന രംഗമാണ് സുജൂദ്. സുജൂദിൽ ചെയ്യുന്ന തസ്ബീഹ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹ്. തസ്ബീഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി. അതിന് മഹാന്മാരായ ഇമാമുകൾ കാരണം പറഞ്ഞത്, കാരണം സുജൂദിൽ ചൊല്ലാൻ നിർദ്ദേശിച്ച തസ്ബീഹാണ്, അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണത്. മറ്റൊരു തസ്ബീഹോ ദിക്റോ സുജൂദിൽ നിർദ്ദേശിക്കപ്പെട്ടിരുന്നെങ്കിൽ അതിനായിരുന്നു കൂടുതൽ സ്ഥാനം. അങ്ങനെ അഭിപ്രായം പറഞ്ഞ മഹാന്മാര് പറഞ്ഞു, തസ്ബീഹുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തസ്ബീഹാണ് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വ ബിഹംദിഹി.
അതിന് കാരണം അത് സുജൂദിലുള്ള തസ്ബീഹാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് സുജൂദ്. ആ രണ്ട് സുജൂദുകൾക്കിടയിൽ പടച്ച റബ്ബിനോട് നമ്മൾ ആദ്യം തന്നെ ചോദിക്കുന്നത് റബ്ബി ഗുഫ്ർലി, പടച്ചവനെ എനിക്ക് പുറത്തു തരണേ എന്നാണ്. അല്ലാഹുവേ എനിക്ക് പുറത്തു തരണേ എന്നാണ്. നിസ്കാരം അവസാനിക്കുമ്പോൾ അത്തഹിയാത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശം കയറി രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ മേറാജിന്റെ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന ഇരുത്തം, ഒരടിമയുടെ ഇരുത്തം, ഏറ്റവും താഴ്മയുള്ള ഇരുത്തം, അവസാനത്തെ അത്തഹിയാത്തിന് നമ്മൾ ഇരിക്കുന്ന ഇരുത്തം, ഉടമയായ രാജാതിരാജനായ റബ്ബിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. അല്ലാഹുവിലേക്ക് എത്തി, അത്തഹിയാത്തിന്റെ വചനങ്ങൾ ചൊല്ലി, എന്നിട്ട് ഏറ്റവും പ്രധാനമായ ആ ഒരു മുനാജാത്ത് നടത്തുമ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, നിങ്ങളുടെ നിസ്കാരം മുഅ്മിനിന്റെ മിഅ്റാജാണ്. നിസ്കാരം, നമ്മുടെ നിസ്കാരം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. 7 ആകാശം കയറി റബ്ബിന്റെ മുന്നിൽ എത്തിയതുപോലെ നിസ്കാരത്തിന് 7 ഘട്ടമുണ്ട്. ആ 7 ഘട്ടങ്ങൾ കഴിഞ്ഞ് പടച്ച റബ്ബിന്റെ മുന്നിൽ എത്തിയിട്ട് അള്ളാഹുവിനോട് നേർക്ക് നേരെ ഇരുന്ന് അത്തഹിയാത്തിന്റെ വചനങ്ങൾ ചൊല്ലി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലി പിന്നെ നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാനുള്ളത് അല്ലാഹുമ്മ ഗുഫ്ർലി മാ ഖദ്ദംതു വമാ അഖർതു, പടച്ചവനെ എനിക്ക് പൊറുക്കണേ എന്നാണ്. പഴയതും പുതിയതും മുന്തിയതും പിന്തിയതും രഹസ്യമായതും പരസ്യമായതും എനിക്കറിയുന്നതും അറിയാത്തതുമായ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ എന്നാണ് ആ സമയത്ത് നമുക്ക് രാജാതിരാജനായ റബ്ബിനോട് പറയാനുള്ളത്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സഹറിന്റെ സമയത്ത്, അത്താഴ സമയത്ത്, പാതിരാ സമയത്ത് അവർ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണ്. തഹജ്ജുദ് നിസ്കരിച്ച്, പാതിരാ സമയത്ത് നിസ്കരിച്ച്, ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ഖിയാമുൽ ലൈൽ കഴിഞ്ഞ് എന്നിട്ട് ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരമലാണ്, ഒരു സുന്നത്താണ്. അത് ഖുർആനിന്റെ ആഹ്വാനമാണ്, മുഅ്മിനീങ്ങളുടെ അടയാളം. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. ഹജ്ജ് കഴിഞ്ഞാൽ, ഹജ്ജിന്റെ പ്രധാനപ്പെട്ട അമലുകൾ കഴിഞ്ഞാൽ ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. ഹജ്ജിന്റെ അമലുകൾ കഴിഞ്ഞാൽ, അറഫ കഴിഞ്ഞാൽ, മുസ്ദലിഫ കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ഹജ്ജിന്റെ അമലുകളിൽ നിന്ന് പിന്തിരിഞ്ഞ് അത് കഴിഞ്ഞു പോരുമ്പോ പിന്നെ അള്ളാന്റെ ആഹ്വാനം ഇസ്തിഗ്ഫാർ ചെയ്യാനാണ്. പ്രധാനപ്പെട്ട അമലുകളൊക്കെ കഴിയുമ്പോ, നിസ്കാരം കഴിയുമ്പോ, ഹജ്ജ് കഴിയുമ്പോ, തഹജ്ജുദ് നിസ്കാരം കഴിയുമ്പോ, ദുആക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം കിട്ടുന്ന ഘട്ടങ്ങളിലൊക്കെ ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപം പൊറുക്കാൻ ആവശ്യപ്പെടുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, രാജാതിരാജനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നോമ്പ് കഴിഞ്ഞാൽ, നോമ്പ് നോറ്റാൽ, നോമ്പ് പൂർത്തിയായാൽ അതിന് നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താ? മൻ സാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപം പൊറുക്കും എന്നതാണ്. നോമ്പ് കഴിഞ്ഞാൽ എന്താ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം? പാപം പൊറുക്കലാണ്. തറാവീഹ് നിസ്കരിച്ചാൽ മൻ ഖാമ റമളാന ഈമാനം വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, പാപം പൊറുക്കലാണ്. വുളൂ ചെയ്തു കഴിഞ്ഞാലുള്ള ദുആ, വുളൂ ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ദുആ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. ആ ദുആയിൽ പ്രധാനമായി റബ്ബിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തതഹ്ഹിരീൻ, പടച്ചവനെ പാപം പൊറുക്കുന്നവരിൽ, ശുദ്ധിയാക്കപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ, തവ്വാബീങ്ങളിൽ പാപമോചനം നടത്തുന്നവരിൽ പടച്ചവനെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. വജഅൽനി മിനൽ മുത്തതഹ്ഹിരീൻ, ശുദ്ധിയാക്കപ്പെട്ടവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇസ്തിഗ്ഫാർ, ദിക്ർ, ഇത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയത്തിന്റെ അടയാളങ്ങളാണ്. പ്രത്യേകിച്ച് പുണ്യമായ റമളാൻ, പ്രത്യേകിച്ച് പുണ്യമായ റമളാനിൽ ഇസ്തിഗ്ഫാറും തഹ്ലീലും വർദ്ധിപ്പിക്കാനാണ് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇപ്പം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഗുരുത്വം പൊരുത്തം എന്നതാണ് ഇന്നത്തെ വിഷയം.
ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ എന്നാലും ഇൻഷാ അല്ലാഹ് സമയം പരിമിതമായതുകൊണ്ട് അതിന്റെ ഒരു ഭാഗം മാത്രം സൂചിപ്പിക്കുകയും അതിനുള്ള ബാക്കി വരുന്നത് ഇൻഷാ അല്ലാഹ് മറ്റു വിധമായി നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് പൊരുത്തവും ഉണ്ടാവണം. ഗുരുത്വവും പൊരുത്തവും ഉണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനമായി നമ്മുടെ മാതാപിതാക്കളുടെ. കാരണം മാതാപിതാക്കൾ എന്നത് എല്ലാവർക്കും ഉള്ളതാണ്. മാതാപിതാക്കളുടെ, ഉസ്താദുമാരുടെ, മഹാന്മാരുടെ, അവരുടെയൊക്കെ പൊരുത്തം കിട്ടുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരോ മരണപ്പെട്ടുപോയവരോ ആയ മാതാപിതാക്കൾ നമുക്കെല്ലാവർക്കുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു, മഹാനവറുകളെ, ഇന്നലി ഉമ്മൻ ബലഗ മിൻഹൽ കിബർ അന്നഹാ ലാ തഖലി ഹാജതഹാ ഇല്ലാ വദഹരി ലഹാ മതിയ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, എനിക്ക് ഉമ്മയുണ്ട്, വയസ്സായ ഉമ്മ, വളരെ പ്രായമായ ഉമ്മയാണ്, നന്നായിട്ട് വയസ്സായി, രോഗം ബാധിച്ചു. അന്നഹാ ലാ തഖലി ഹാജതഹാ, സ്വന്തമായി അവർക്ക് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. എന്റെ ഉമ്മാക്ക് നടക്കാൻ കഴിയില്ല, സ്വന്തമായി നടന്ന് ബാത്റൂമിലേക്ക് പോകാൻ കഴിയില്ല, ഒരു കാര്യത്തിനും നടക്കാൻ കഴിയില്ല, എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കണം. മഹാനവറുകളെ, ഇല്ലാവദഹരി ലഹാ മതിയ, ഞാൻ ചുമന്നുകൊണ്ട്, ഞാൻ എന്റെ ഉമ്മാക്ക് വാഹനമായിട്ടാണ് ഉമ്മയുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുന്നത്. ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ടുപോകും ഞാൻ എന്റെ ഉമ്മയെ, ആശുപത്രിയിലേക്ക് ചികിത്സിക്കാൻ എന്റെ ഉമ്മയെ എടുത്തുകൊണ്ടുപോകും. ഉമ്മയുടെ ഏത് ആവശ്യങ്ങൾ, ഉമ്മ എന്തൊക്കെ ആവശ്യം പറഞ്ഞാലും അവിടത്തേക്കൊക്കെ ഞാൻ എന്റെ ഉമ്മയെ ചുമന്നുകൊണ്ടുപോകും. ഞാൻ എന്റെ ഉമ്മാക്ക് വാഹനമായി കൊണ്ടുപോകും. ഫഹൽ അദ്ദൈതു ഹഖഹാ, ഞാൻ എന്റെ ഉമ്മയോടുള്ള ഹക്ക് നിറവേറ്റിയോ? ഞാൻ എന്റെ ഉമ്മാനോട് ഹക്ക് നിറവേറ്റിയ മകനായോ? ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. ഇതേ ചോദ്യം മറ്റൊരു സഹാബി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു, ഇല്ല, നീ നിന്റെ ഹക്ക് ഉമ്മയോട് നിറവേറ്റിയിട്ടില്ല. ഉമ്മയോടുള്ള ഹക്ക് എന്തൊക്കെ ചെയ്തു കൊടുത്താലും അത് പൂർണ്ണമാകൂല. നിന്റെ ഉമ്മ മരണപ്പെട്ടാലും നിന്റെ ഉമ്മയോടുള്ള ഹക്ക് പൂർണ്ണമാകൂല. ഉമ്മ മരിച്ചാലും ദുആ ചെയ്യാനും ഹദിയ ചെയ്യാനും സദഖ ചെയ്യാനും ഒക്കെ നിനക്ക് ബാധ്യതയുണ്ട്. നിന്റെ മരണം വരെ നിന്റെ ഉമ്മയോട് ഉപ്പയോടുള്ള ബാധ്യത തീരൂല എന്ന് അന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതേ ചോദ്യമാണ് മറ്റൊരാൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഇല്ല, നീ നിന്റെ ഉമ്മയോട് ഹക്ക് നിറവേറ്റിയവനാകൂല. കാരണം ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലിഅന്നഹാ ബികദാലിക, ഇപ്പോൾ നിന്റെ ഉമ്മാക്ക് വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നു, നിന്റെ ഉമ്മാക്ക് നീ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നു, അതൊക്കെ നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ ചെയ്തു തന്നിരുന്നതാണ്. നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ ചെയ്തു തന്നിരുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. അതെല്ലാം നിനക്ക് വേണ്ടി നിന്റെ ഉമ്മ ചെയ്തു തന്നിരുന്നതാണ്. നിന്നെ എടുത്തിരുന്നു നിന്റെ ഉമ്മ, അല്ലേ? നിന്റെ ഉമ്മ നിന്നെ എടുത്തിരുന്നു. നിന്നെ മലമൂത്ര വിസർജനത്തിന് നിന്നെ എടുത്തു കൊണ്ടുപോയിരുന്നു. എങ്ങോട്ട് പോവുകയാണെങ്കിലും പൊന്നുമോനെ, നിന്റെ വാഹനം നിന്റെ ഉമ്മയായിരുന്നു, അല്ലേ? ഉമ്മാന്റെ ഒക്കത്ത്, ഉമ്മാന്റെ തോളത്ത്, ഉമ്മാന്റെ മടിയില് നിനക്ക് നിന്റെ ഉമ്മ വാഹനമായതുപോലെ, നിനക്ക് നിന്റെ ഉമ്മ വാഹനമായതുപോലെ, നിന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ ഉമ്മ ചെയ്തു തന്നതുപോലെ, അല്ലേ? അങ്ങനെ ഒരാൾ നിനക്ക് തീർന്നിട്ടില്ലല്ലോ. മഹാന്മാര് പറയാറുണ്ട്, ഒരു കുട്ടിയുടെ 7 വയസ്സ് വരെ 7 വയസ്സുവരെ അവര് സബഉൻ മുലൂക്ക്, കുട്ടികൾ രാജാക്കന്മാരാണ്. കാരണം എന്ത് ചെയ്യാനും ആളാ. ഭക്ഷണം വാരിക്കൊടുക്കുക,
എന്തിനും എടുക്കാനും നടത്താനും ഇരുത്താനും കുളിപ്പിക്കാനും വസ്ത്രം കൊടുക്കാനും ചെരുപ്പിട്ട് കൊടുക്കാനും എന്തിനും ഖിദ്മത്ത് ചെയ്യാൻ ആളുകളാണ്. അതുകൊണ്ട് രാജാക്കന്മാരെ പോലെയാണ് 7 വയസ്സുവരെ കുട്ടികൾ. പിന്നെ അടുത്ത ഏഴ് എന്ന് പറഞ്ഞാൽ ഓഹും അബീദ്, അവരടിമകളാണ്. അങ്ങനെ ആവണമെന്നാണ്. അവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കണം. 7 വയസ്സായ നിസ്കരിക്കാൻ കൽപ്പിക്കണം, നോമ്പ് നോൽക്കാൻ കൽപ്പിക്കണം, എല്ലാ കാര്യവും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവര് പിന്നെ അടിമകളാണ്. പിന്നെയോ മൂന്നാമത്തെ ഘട്ടം അടുത്ത 7 വഹും അഹ്ൽ, അവര് എല്ലാ കാര്യത്തിനും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടവരാണ്. അവർ പക്വതയിലേക്ക് എത്തേണ്ടവരാണ്. മറ്റൊരു രീതിയിൽ മഹാന്മാര് പറഞ്ഞു, സബഉൻ, 7 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ നിങ്ങൾക്ക് റൈഹാനത്തുക, നിങ്ങൾക്ക് പനനീർ പുഷ്പങ്ങളാണ്. അല്ലേ? 7 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പനനീർ പുഷ്പങ്ങളാണ്. എപ്പോഴും മുത്തി മണക്കാനും അവരെ കെട്ടിപ്പിടിക്കാനും അവരെ താലോലിക്കാനും. ഒരു പൂവ് നല്ല മണമുള്ള, കാണാൻ ഭംഗിയുള്ള, നല്ല മണമുള്ള ഒരു റൈഹാൻ പുഷ്പം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾ ഇടക്കിടക്ക് മണത്ത് നോക്കും, ഇടക്കതിന്റെ ഭംഗിയിലേക്ക് നോക്കും, അതിനെ വളരെ സൂക്ഷിച്ചു വെക്കും. എന്നതുപോലെ 7 വയസ്സുവരെയുള്ള കുട്ടികളെ മുത്തിമണത്തും അങ്ങേയറ്റം സ്നേഹിച്ചുമാണ് നമ്മൾ പെരുമാറുന്നത്. അടുത്ത 7 വയസ്സ് വഹുവ ഖാദിമുക, അവര് നിങ്ങളുടെ ഖാദിമാണ്. രക്ഷിതാക്കളുടെ ഖാദിമീങ്ങളാവണം. ആ സമയത്ത് മക്കൾ പറഞ്ഞതൊക്കെ കേൾക്കണം. പിന്നെ അടുത്ത ഘട്ടം അടുത്ത 7 എന്ന് പറഞ്ഞാൽ മഹാന്മാര് പറഞ്ഞു, ചിലപ്പോൾ സദീഖുക അം അദുവുക, ചിലപ്പോൾ അവർ നിങ്ങളുടെ കൂട്ടുകാരാവും അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുവാവും. അല്ലേ? 7 14 വയസ്സ് കഴിഞ്ഞാൽ, ഒരു 14 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 15ാമത്തെ വയസ്സ് മുതൽ, ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങോട്ട് എത്തണ്ട, അതിനു മുമ്പ് തന്നെ നമ്മുടെ കുട്ടികളുടെ സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. ആ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ചിലപ്പോൾ രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഉപ്പമാരെ നിങ്ങളുടെ കൂട്ടുകാരാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുക്കളുമായി മാറാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ പറഞ്ഞത്, പൊന്നുമോനെ, നിന്റെ ഉമ്മ നിനക്ക് വാഹനമായതുപോലെ, നിനക്ക് ഖിദ്മത്ത് ചെയ്തതുപോലെ, നിന്നെ എടുത്തുകൊണ്ടുപോയതുപോലെ, നിന്റെ മലമൂത്രം വൃത്തിയാക്കിയതുപോലെ, നിനക്ക് ഭക്ഷണം തന്നതുപോലെ, നിന്നെ പോറ്റി വളർത്തിയതുപോലെ, അങ്ങനെ തിരിച്ച് നിന്റെ ഉമ്മാക്ക് ചെയ്തു കൊടുക്കാൻ കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലി അന്നഹ കാനത്ത് തസ്നഉ ബിക ദാലിക വഹിയ തതമന്ന ബഖാഅക, അന്ന് നിന്റെ ചെറുപ്പത്തിൽ നിനക്ക് നിന്റെ ഉമ്മ ഇതൊക്കെ ചെയ്തത്, നിന്നെ എടുത്തുകൊണ്ടുപോയത്, ഭക്ഷണം തന്നത്, നിനക്ക് ഖിദ്മത്ത് ചെയ്തത് എന്തുദ്ദേശിച്ചുകൊണ്ടാ? വഹിയ തതമന്ന, നിന്റെ ഉമ്മാക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു, ബഖാഅക, നീ വളർന്നു വലുതാവണം, നീ ഇവിടെ ബാക്കിയാവണം, നിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ്, നീ ഇവിടെ നിലനിൽക്കാനാണ്, നീ വളർന്നു വലുതാവാനാണ് നിന്റെ ഉമ്മ ഇതൊക്കെ നിനക്ക് ചെയ്തു തന്നത്. ഇപ്പൊ നീ നിന്റെ ഉമ്മാക്ക് ഇത് ചെയ്തു കൊടുക്കുന്നത്, വാന്ത തസ്നഉ, നീ നിന്റെ ഉമ്മയെ ചുമന്ന് എടുത്തിട്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു, ഉമ്മാനെ താങ്ങിയിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ അപ്പോൾ നിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ളത് എന്താ? വതതമന്ന ഫിറാഖഹ, നിന്റെ മനസ്സ് അറിയാതെ ആഗ്രഹിച്ചു പോകും, ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഇതെന്നപ്പോ ഒന്ന് അവസാനിക്കാൻ സംഗതി നീ ചെയ്യുന്നു. ഉമ്മാനെ താങ്ങിയെടുക്കുന്നു, ഉപ്പാനെ താങ്ങിയെടുക്കുന്നു, ബാത്റൂമിലേക്ക് കൊണ്ടുപോകുന്നു. ഉപ്പാക്ക് സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല. കഞ്ഞി വായിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, മലമൂത്ര വിസർജനം വൃത്തിയാക്കുന്നു, ആശുപത്രിയിൽ എല്ലാം നിന്റെ ഉമ്മാക്ക് ഉപ്പാക്ക് നീ ചെയ്യുന്ന കാര്യം ശരിയാ. പക്ഷെ എന്നാലും നിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുള്ളത് എന്താ? പടച്ചോനെ, മടുപ്പ് വന്നിട്ട്, പലപ്പോഴും മടുപ്പ് വന്നിട്ട് ഇത് എന്നൊന്ന് അവസാനിച്ച് കിട്ടുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് പൊന്നുമോനെ, നിന്റെ ഉമ്മയോടുള്ള ഹക്ക് നീ പൂർത്തിയാക്കിയിട്ടുള്ള കാരണം, നിന്റെ ഉമ്മ നിനക്ക് ചെയ്തു തന്നതുപോലെ ആ ഒരു മനസ്സോടുകൂടെ നിനക്ക് തിരിച്ചു ചെയ്തു കൊടുക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാന്മാര് രേഖപ്പെടുത്തുന്നു. രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല കലീമുല്ലാഹി നബി മൂസ അലൈഹിസ്സലാമിനോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അല്ലേ? കലീമുല്ലാഹിയാണ്, അല്ലാഹ് സംസാരിച്ച നബിയാണ് മൂസ നബി അലൈഹിസ്സലാം. ഇന്നല്ലാഹ കല്ലമ മൂസ അലൈഹിസ്സലാം 3500 കലിമ, 3500 വർത്തമാനങ്ങൾ പടച്ച റബ്ബ് മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് സംസാരിച്ചിട്ടുണ്ട്.
എല്ലാ നബിമാർക്കും വഹി മുഖേന കിട്ടി, മൂസാ നബിക്കും വഹി മുഖേന കിട്ടി. പക്ഷേ മറ്റ് പല നബിമാർക്കും കിട്ടാത്ത ഒരു നിയമത്ത് അള്ളാഹു നേർക്കുനേരെ മൂസാ നബിയോട് സംസാരിച്ചു. 3500 സംസാരങ്ങൾ, 3500 കലിമത്തുകൾ അള്ളാഹു മൂസാ നബിയോട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ വക്കാന ആഖിറു കലാമി, അതിൽ അവസാനമായി മൂസാ നബി അലൈഹിസ്സലാമിനോട് പടച്ച റബ്ബ് സംസാരിച്ചത് എന്തായിരുന്നു എന്നറിയോ? മൂസ ഔസൈതുക ബിഉമ്മിക ഹസ്നാ, മൂസ നിന്റെ ഉമ്മയോട് ഗുണം ചെയ്യണമെന്ന് ഞാൻ വസിയത്ത് ചെയ്യുന്നു. റബ്ബിന്റെ വസിയത്ത്, ഉമ്മയോട് കാരുണ്യം കാണിക്കണമെന്ന് വസിയത്ത് ചെയ്യുന്നു, ഉമ്മയോട് ഗുണം ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. പടച്ച റബ്ബ് പിന്നെയും പറഞ്ഞു, രണ്ടാമത് പിന്നെയും പറഞ്ഞു, മൂന്നാമത് പിന്നെയും പറഞ്ഞു. സാധാരണ പലപ്പോഴും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒരു വട്ടം പറയും, ചിലപ്പോൾ 3 വട്ടം പറയും. അതൊരു പതിവാണ്, അത് മഹാന്മാരുടെ ഒരു രീതിയാണ്, അത് പടച്ച റബ്ബിന്റെയും ഒരു രീതിയാണ്. എന്നാൽ അള്ളാഹു 3 വട്ടം പറഞ്ഞു നിർത്തിയില്ല. മൂസ ഉമ്മാക്ക് ഗുണം ചെയ്യണേ, മൂസ ഉമ്മയോട് നന്മ ചെയ്യണേ, പിന്നെയും പറഞ്ഞു, 4ാമതും പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് 7 വട്ടം പറഞ്ഞപ്പോൾ 7 വട്ടം പടച്ച റബ്ബ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കാണ്. അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, പടച്ചവനെ യാ റബ്ബി ഹസ്ബി, അല്ലാഹുവേ മതി, പടച്ചവനെ അല്ലാഹുവേ മതി. അതിന്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടു. റബ്ബേ മതി, ഹസ്ബി ഹസ്ബി. അല ഇന്ന വസുഖ്തഹാ സുഖ്തി, ഉമ്മാന്റെ ദേഷ്യം എന്റെ ദേഷ്യമാണ്. ഉമ്മ തൃപ്തിപ്പെട്ടാൽ ഞാൻ നിന്നോട് തൃപ്തിപ്പെട്ടു, ഉമ്മ നിന്നോട് ദേഷ്യപ്പെട്ട ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു. ഗൗരവമുള്ള കാര്യ, അതുകൊണ്ട് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞത് എന്ന് രാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, യാ മൂസ ഇന്ന വഅഖനി കതബതു ബറ. ഒരാള് ധിക്കാരം കാണിച്ചു, അല്ലാഹുവിനോട് എതിര് ചെയ്തു. കതബതുഹു ബറ, അവനെ ഞാൻ ഗുണം ചെയ്യുന്നവനായിട്ടാണ് രേഖപ്പെടുത്തുക. എന്നാലോ പടച്ച റബ്ബ് നേരെ തിരിച്ചും പറഞ്ഞു, വമൻ ബർറനി, ഒരാൾ എന്നോട് നന്നായിട്ട് ഗുണം ചെയ്തു. അല്ലാഹ് പറയാ, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടു, ധാരാളം നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഇബാദത്ത് ചെയ്തു, എന്റെ ആളായി, അള്ളാന്റെ ആളായി, അള്ളാഹുവിനെല്ലാ ഗുണവും ചെയ്തു. എന്നാലോ ആഖവാലിദൈ, മാതാപിതാക്കളുടെ ധിക്കാരം ചെയ്തു. എന്നാൽ കതബതു ആഖ, അവൻ മാതാപിതാക്കളെ വിഷമിപ്പിച്ചവനായി അവൻ ആക്കായിട്ടാണ് രേഖപ്പെടുത്തുക, അവനെ ദ്രോഹിയായിട്ടാണ് രേഖപ്പെടുത്തുക. ദ്രോഹിച്ചവനായി, ദ്രോഹിയായിട്ടാണ് അവനെ രേഖപ്പെടുത്തുക എന്ന് രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം എത്ര നിസ്കരിച്ചാലും ഇബാദത്ത് ചെയ്താലും അല്ലാഹു നമ്മെ ധിക്കാരിയായിട്ടും ദ്രോഹിയായിട്ടും രേഖപ്പെടുത്തുകയാണ്. എന്നാൽ അള്ളാഹിനോട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും വീഴ്ചകളും കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് അത് പുറത്തു തരും. മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഖമ റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട സ്വഹാബിയായിരുന്നില്ലേ? ചരിത്രം പലതവണ നമ്മൾ കേട്ടതല്ലേ? മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലാൻ കഴിവുണ്ടായിട്ടുണ്ട്. പക്ഷേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടായതുകൊണ്ട്, റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരായതുകൊണ്ട് അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. കാരണം അതിന് പരിഹാരം ആ സമയത്ത് കാണാൻ കഴിഞ്ഞു. നമ്മുടെയൊക്കെ അവസ്ഥയോ? നമ്മൾ എത്ര ഗൗരവത്തിൽ ചിന്തിക്കണം. പരിശുദ്ധമായ ഖുർആൻ ഇത്ര ഗൗരവത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യം, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം. ഞാനതൊന്നും ആവർത്തിക്കുകയല്ല, പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ ആവർത്തിക്കുകയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിച്ചു, മൻ അസ്ബഹ വാലിദാഹു റാളിയൈൻ അസ്ബലഹു ബാബാനി മഫ്തുഹാനി മിനൽ ജന്ന. സ്വർഗത്തിന്റെ 2 വാതിലുകൾ തുറക്കപ്പെട്ട് കിടക്കും. ആർക്ക്?
ഉമ്മയും വാപ്പയും നമ്മോട് തൃപ്തിയിലും പൊരുത്തത്തിലുമാണോ, ഉമ്മാന്റെയും വാപ്പാന്റെയും തൃപ്തിയുള്ള മകനാണോ, സ്വർഗത്തിന്റെ 2 വാതില് തുറക്കപ്പെട്ട് കിടക്കും. അല്ല, വമൻ അസ്ബഹ അലൈഹി സാഖിതൈൻ, മാതാപിതാക്കള് കോപത്തില് ദേഷ്യത്തിലാണോ ഒരു മകനോട് ഒരു മകളോട്, എന്നാൽ അസ്ബലഹു ബാബാനി മഫ്തുഹാനി മിനന്നാർ, നരകത്തു നിന്നുള്ള 2 വാതിലും തുറക്കപ്പെട്ട് കിടക്കും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എന്താ അതിനർത്ഥം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങൾ ഉമ്മയെയും ഉപ്പയെയും തൃപ്തിപ്പെടുത്തിയാൽ അതിനർത്ഥം നിങ്ങൾ സ്വർഗത്തിന്റെ 2 വാതിലുകൾ തുറക്കുകയാണ്. നിങ്ങൾ ഉമ്മാനെ തൃപ്തിപ്പെടുത്തിയാൽ, ഉമ്മാനെ തൃപ്തിപ്പെടുത്തുന്ന വാക്ക്, സഹായം, പെരുമാറ്റം, വർത്തമാനം എന്താണെങ്കിലും സ്വർഗത്തിന്റെ വാതിൽ തുറക്കലാണ്. ഉപ്പാനെ തൃപ്തിപ്പെടുത്തിയാൽ സ്വർഗത്തിന്റെ മറ്റൊരു വാതിൽ കൂടെ തുറക്കലാണ്. അല്ല, ഉമ്മാനെ ദേഷ്യപ്പെടുത്തിയാലോ, ഉപ്പാനെ ദേഷ്യപ്പെടുത്തിയാലോ അവരെ വിഷമിപ്പിച്ചാലോ നിങ്ങൾ നരകത്തിന്റെ വാതിൽ തുറക്കുകയാണ്. മക്കളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര കണ്ണീരൊലിപ്പിക്കേണ്ടി വരുന്ന സംഭവങ്ങൾ. സ്വന്തം മാതാപിതാക്കളെ ആരാരും നോക്കാനില്ലാതെ സ്വന്തം മാതാപിതാക്കളെ നാട്ടുകാർ നോക്കുന്ന, അല്ലെങ്കിൽ പോലീസുകാര് എടുത്തുകൊണ്ടുപോയി വൃദ്ധസദനങ്ങളിൽ കൊണ്ടേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ട് പോലും മാതാപിതാക്കൾ ക്രിസ്ത്യാനികളും മറ്റുമൊക്കെ നടത്തുന്ന അവരുടെ ദേവാലയങ്ങളിലെ അന്തേവാസികളായി കഴിയുന്ന എത്രയെത്ര ദുരന്തത്തിന്റെ അനുഭവങ്ങൾ. വൈൻ ലലമാക്ക, മാതാപിതാക്കൾ നിന്നെ എത്ര ആക്രമിച്ചാലും ശരി, എത്ര ചീത്ത പറഞ്ഞാലും ശരി, എന്തൊക്കെ നിന്നോട് ധിക്കാരം ചെയ്താലും ശരി, നമുക്ക് പലപ്പോഴും പറയാറുള്ളത് അതാണ്. കാരണം പറയാറുള്ളത്, ഉമ്മാന്റെ സ്വഭാവം മൂല്യം ഞങ്ങൾക്കറിയില്ല, വാപ്പാന്റെ തൊള്ള തുറന്നാ വരുന്ന വർത്താനം ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ നമുക്ക് പറയാണ്ടാവുക. അമ്മാന്റെ സ്വഭാവം, വാപ്പാന്റെ സ്വഭാവം, അവർ ചെയ്യുന്ന ക്രൂരതകളൊക്കെ നമുക്ക് പറയാണ്ടാവുക. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഉമ്മയാണ് വാപ്പയാണ്. മുത്തനബി 3 വട്ടം പറഞ്ഞു, വൈൻ ലലമാക്ക, അവർ നിന്നോട് 2 അക്രമം കാണിച്ചാലും ശരി, വൈൻ ലലമാക്ക, അവർ നിന്നെ ആക്രമിച്ചാലും ശരി, വൈൻ ലലമാക്ക, അവർ നിന്നോട് എന്തൊക്കെ അക്രമം കാണിച്ചാലും ശരി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാതാപിതാക്കളോട് നന്മയോടുകൂടെ വർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി നീണ്ട ദുആക്കൊന്നും പ്രവേശിക്കുന്നില്ല. കാരണം ക്ലാസ് പ്രതീക്ഷിച്ചു വരുന്നവരുണ്ടാവും, ദുആ പ്രതീക്ഷിച്ചു വരുന്നവരുണ്ടാവും. ദുആ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തായ ദുആ, ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദുആ നമുക്ക് കിട്ടി. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സാധാരണ ദുആ ചെയ്യുന്നതിനേക്കാൾ നല്ല നീണ്ട് റാഹത്തായി നമുക്ക് ദുആ ചെയ്തു. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഒരു കൈമടക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരുന്നു. ഉസ്താദ് അത് തിരിച്ചിങ്ങോട്ട് തന്നെ കൊടുത്തയച്ചു. അത് ദരസല കുട്ടികൾക്ക് ഫണ്ടിലേക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവരുടെ സ്വഭാവം അങ്ങനെയാണ്. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ സാധാരണ വന്നാൽ ഒരു ഹദിയ നമ്മൾ കൊടുക്കും, അത് എല്ലാവർക്കും കൊടുക്കും, അല്ലേ? അത് ഉസ്താദിന്റെ സ്വഭാവം. പലപ്പോഴും ഉസ്താദിന്റെ കൂടെ പല യാത്രകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെയുള്ള സ്വഭാവം അങ്ങനെയാണ്. കിട്ടിയത് മുഴുവൻ അങ്ങനെ കൊടുക്കുക. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ കൂടെ ഒമാനിൽ പോയി പല പരിപാടികൾ, ഒരു ഏറെക്കുറെ 10 ദിവസത്തിലധികം ഉസ്താദിന്റെ കൂടെ തന്നെ പങ്കെടുത്തു. പലയിടത്തും പോകുമ്പോൾ പലരും ദ്വാരപ്പിക്കും, കടകളിൽ കൊണ്ടുപോയി ദ്വാരപ്പിക്കും, വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഗൾഫിലുള്ള, അതേപോലെ പല ആളുകളും അവരുടെ വീടുകളിൽ, അവിടെയുള്ള വീടുകളിൽ കൊണ്ടുപോയി ദ്വാരപ്പിക്കും. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും ഹദിയ കൊടുക്കും. ഉസ്താദിന്റെ കൂടെ പോകുമ്പോൾ അങ്ങനെ ഹദിയ കൊടുക്കും. അപ്പൊ നമ്മുടെ കൂടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ അവസാനം 10 ദിവസം കഴിഞ്ഞ് പോരാൻ നോക്കുമ്പോൾ ഉസ്താദിന് കിട്ടിയ ഹദിയ ഏറെക്കുറെ 2 ലക്ഷത്തോളം ഉറുപ്പ്യുണ്ട്. 2 ലക്ഷത്തോളം ഉറുപ്പ്യ ഉസ്താദിന് വ്യക്തിപരമായിട്ട് ഉസ്താദിനായിട്ട് കൊടുക്കുന്ന ആൾക്കാർ. പിന്നെ ഉസ്താദിന്റെ ഗ്രേസ് വാലിക്ക് ചില ആളുകളൊക്കെ സംഭാവന കൊടുത്തിരുന്നു. അപ്പൊ അവർ പറയും, ഇത് ഉസ്താദ് ഗ്രേസ് വാലിക്കുള്ളതാണ്, അത് ഇത് അവിടുത്തെ അവിടെ പള്ളിപ്പണി നടക്കുക, പള്ളിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭാവന കൊടുക്കും. ഇത് ഉസ്താദിനാണ്, വേറെ കൊടുക്കും. അവസാനം ഒരു 2 ലക്ഷത്തോളം ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവസാനം പറഞ്ഞു, ഇതൊക്കെ എല്ലാ പൈസയും, ഉസ്താദിന് കിട്ടിയ പൈസ മുഴുവൻ അത് ഗ്രേസ് വാലിയിലെ ആ പള്ളിയിലേക്ക്, ആ പള്ളിപ്പണിക്ക് വേണ്ടി എന്ന് പറഞ്ഞ ആ പൈസ മുഴുവൻ, 1 ഉറുപ്പ്യ ഉസ്താദ് എടുക്കാതെ ആ മുഴുവൻ നേരെ പള്ളിപ്പണിക്കാണ് കൊടുക്കുന്നത്. അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. അതൊക്കെ ഒരു വല്ലാത്തൊരു മനസ്സാണ്. എങ്ങനെയാണെങ്കിലും മനുഷ്യന്മാരാകുമ്പോൾ നമ്മക്കുണ്ടാവുമല്ലോ, ഞാൻ വയസ്സനാണ്, രോഗിയാണ്, എന്തൊക്കെ വരാന്ന് പറയാൻ പറ്റൂല, ആശുപത്രി ചെലവ് എത്രയൊക്കെ വരാന്ന് പറയാൻ പറ്റൂല, അപ്പൊ കുറച്ചുകൂടെ സ്റ്റോക്ക് ഉണ്ടായിക്കോട്ടെ എന്നുള്ളൊരു ചിന്തല്ല. അല്ല, ഇത് ഉസ്താദിന് പൊരുത്തപ്പെട്ട് ഉസ്താദിനായിട്ട് കിട്ടിയ ഹദിയാണ്. അത് മക്കളെ ഏൽപ്പിച്ചാൽ ഇന്റെ കാര്യങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ
അങ്ങനെ ഒരു ചിന്തല്ല, നാളേക്ക് എന്ന ഒരു ചിന്തല്ല, അങ്ങേയറ്റത്തെ തവക്കുല് വല്ലാത്തൊരു മനുഷ്യനാണ്. അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. നമ്മളൊക്കെ വ്യക്തിപരമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത് നല്ലതാണ്, ദുനിയാവിന് വേണ്ടിയല്ല. ആഖിറം രക്ഷപ്പെടാൻ ബഹുമാനപ്പെട്ട ഉസ്താദുമായി അല്ലെങ്കിൽ അങ്ങനെയുള്ള മഹാന്മാരായ നേതാക്കളുമായി നമ്മളൊക്കെ വ്യക്തിബന്ധം സ്ഥാപിക്കണം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ അൽഹംദുലില്ലാ, നമുക്ക് ഇപ്രാവശ്യവും അവരുടെയൊക്കെ ദുആ കിട്ടി. ഇനിയും നമ്മുടെ പല നേതാക്കളും ഇവിടെ എത്തിച്ചേരാനുണ്ട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഉമ്മയോടാണ്. എന്നാൽ ഭാര്യമാർക്ക്, സ്ത്രീകൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത ഭർത്താക്കന്മാരോടാണ്. ചിന്തിക്കണം. നമ്മുടെ ഭാര്യമാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നമ്മോടാണ് എന്ന് പറഞ്ഞാൽ, സ്ത്രീകൾ ഭാര്യമാരെ വളരെ പേടിക്കേണ്ടതും അവർ സൂക്ഷിക്കേണ്ടതും ഭർത്താക്കന്മാർക്ക് വേണ്ടിയുള്ള ഖിദ്മത്താണ്. ഒരു യുവതി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിച്ചു, മുത്തുനബിയെ, രക്ഷിതാക്കള് കല്യാണം കഴിക്കണം എന്ന് പറയുന്നുണ്ട്. ചെറുപ്പക്കാരത്തിയായ ഒരു പെണ്ണ്, രക്ഷിതാക്കള് എന്നെ കെട്ടിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നെ കെട്ടിച്ചാൽ എനിക്കെന്റെ ഭർത്താവിനോടുള്ള ബാധ്യത എന്താണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സഹോദരി, നിന്റെ ഭർത്താവിന് എന്ത് ഖിദ്മത്ത്, എത്രത്തോളം നിന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ മൂക്കിൽ നിന്ന് ചീഞ്ചലം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ അത് വൃത്തിയാക്കൽ, ഒരുപക്ഷെ നിന്റെ നാക്ക് കൊണ്ട് അതിനെ തുടച്ച് വൃത്തിയാക്കേണ്ടി വന്നാലും നീ നിന്റെ ഭർത്താവിനോട് ഉള്ള കടപ്പാട് പൂർത്തിയാക്കിയവളാവൂല. ഇത് കേട്ടപ്പോ ഈ പെൺകുട്ടി ചോദിച്ചു, മുത്തുനബിയെ, എന്നാൽ പിന്നെ വിവാഹം വേണ്ടെന്ന് വെച്ചാലോ? എന്നാ പിന്നെ കല്യാണം വേണ്ടാന്ന് പറഞ്ഞാലോ? എന്റെ രക്ഷിതാക്കളോട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞാലോ? അപ്പൊ മുത്തുനബി പറഞ്ഞു, അത് വേണ്ട, കല്യാണം വേണ്ടാന്ന് പറയരുത്, കല്യാണം വേണം, ഫീഹി ഖൈർ, അതിൽ നിനക്ക് വലിയ ഖൈറുണ്ട് എന്ന് മഹാനായ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വലിയ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളോട് പ്രത്യേകം പറയാറുണ്ട്, നിങ്ങൾ സദഖ ചെയ്യണം, തസദ്ദഖന, നിങ്ങൾ സദഖ ചെയ്യണം, പെണ്ണുങ്ങളെ നല്ലോണം സദഖ ചെയ്യണം. ഇത് മൗലവിമാര് പെണ്ണുങ്ങളുടെ കാതു മുറിക്കാനും ആഭരണം അടിച്ചു മാറ്റാനും പറയുന്ന വർത്താനല്ല. അങ്ങനെ വിചാരിക്കരുത്. ഈ മൗലവിമാര് ഇങ്ങനെ ഓരോ ഹദീസ് വായിച്ചു പോകും പിരിവിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ പാവങ്ങൾ ഓലെ പറ്റിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പിരിവെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ ഓതും. അല്ലല്ല, അള്ളാന്റെ റസൂൽ എത്ര തവണ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ വിളിച്ചുകൂട്ടി സ്ത്രീകൾ ഒരുമിച്ച് കൂടുന്ന സദസ്സുകളിലൊക്കെ വയല് പറഞ്ഞപ്പോഴൊക്കെ അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, സദഖ ചെയ്യണം പെണ്ണുങ്ങളെ, സദഖ ചെയ്യണം, സദഖ ചെയ്യണം, സദഖ ചെയ്യണം. ഫഇന്ന അക്തറകുന്ന ഹതബു ജഹന്നമ, കാരണം നിങ്ങൾ നരകത്തിന്റെ വറകുകളാണ്. നരകം കണ്ടപ്പോൾ നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടത്, നരകത്തിലെ വറകുകളായി കണ്ടത് നിങ്ങളെയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ഒരു പെണ്ണ് എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു, മുത്തുനബിയെ, എന്താ കാരണം? ലിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞു, കാരണം ലിഅന്നകുന്ന തുക്സിർന ശക്കാത വല്ലഅൻ, നിങ്ങൾ പരാതിയും ശാപവും അധികരിപ്പിക്കുന്നവരാണ്. ഭർത്താക്കന്മാരോട് പരാതി, എന്ത് ചെയ്താലും പരാതി, പരാതി തന്നെ പരാതി, പരാതി വർദ്ധിപ്പിക്കുന്നവരാണ് നിങ്ങൾ. ശപിക്കുക, മക്കളെയും ഭർത്താക്കന്മാരൊക്കെ ശപിക്കുക, ഇങ്ങനെ കുറ്റം പറയാ, ശാപവാക്ക് പറയാ, ഇങ്ങനെ പരാതി പറയാ, ഈ സ്വഭാവം, അതാണ് നിങ്ങളുടെ സ്വഭാവം. വതക്ഫുർനൽ ആശീർ, ഭർത്താക്കന്മാരെ നിഷേധിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. ഭർത്താക്കന്മാരെ നിഷേധിക്കുക, അതുകൊണ്ടാണ് നിങ്ങൾക്ക് നരകം കിട്ടിയത് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ വയല് അള്ളാഹുവിന്റെ റസൂല് ആണുങ്ങളോട് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെയാണ് കണ്ടത്. അപ്പോൾ ഒരു സഹാബി എഴുന്നേറ്റെന്ന് ചോദിച്ചു, മുത്തുനബി, എന്തേ കാരണം? ലികുഫ്രിഹിന്ന, അവരുടെ കുഫ്രിയത്ത് കാരണത്താലാണ് അവർ നരകത്തിലേക്ക് പോയത് എന്ന്. അപ്പോൾ ഈ സഹാബി ചോദിച്ചു, മുത്തുനബിയെ, നമ്മുടെ ഉമ്മമാരല്ലേ, അവര് ഭാര്യമാരല്ലേ, നമ്മുടെ പെങ്ങന്മാരല്ലേ, നമ്മുടെ പെൺകുട്ടികളല്ലേ? ഈ പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉമ്മാരല്ലേ, ഭാര്യമാരല്ലേ, പെൺകുട്ടികളല്ലേ, മരുമക്കളല്ലേ? അള്ളാന്റെ റസൂലേ, അവര് കാഫറാവുകയോ? മുത്തുനബി പറഞ്ഞു, കാഫറാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെതിരെയുള്ള കുഫ്രിയത്തല്ല, അയകുഫുർന ബില്ലാഹ്, അല്ല പടച്ച റബ്ബിനെ കൊണ്ട് കാഫറാക്കലല്ല,
മറിച്ച് യക്ഫുർനൽ അശീർ വ യക്ഫുർനൽ ഇഹ്സാൻ, അവര് ഭർത്താക്കന്മാരെ നിഷേധിക്കുക, നല്ലത് ചെയ്തു കൊടുത്താൽ അതിനെ നിഷേധിക്കുക. ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹുന്ന ദഹറ കുല്ല, കാലം മുഴുവൻ ആയുസ് മുഴുവനും നിന്റെ പെണ്ണിന് നിന്റെ ഭാര്യയ്ക്ക് നല്ലത് ചെയ്തു കൊടുത്താൽ, എന്നിട്ട് സുമ്മറാത്ത മിങ്ക ഷൈഅൻ, എന്തെങ്കിലും ഒരു കുറ്റം കണ്ടാൽ ഓള് പറയും മാ റഅയ്തു മിങ്ക ഖൈറൻ ഖത്തു, പൊന്നാര മൂപ്പരെ ഒരു ഖൈറും നിങ്ങളെ കൊണ്ടുണ്ടായിട്ടില്ല, നിങ്ങൾ ഒരു ഖൈറും, ഇങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചീത്ത പറയും.